അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എവിടെയും ഒരു അപാകത വരരുത്, ഒരു അബദ്ധം വരരുത്, ഒരു തെറ്റ് വരരുത്, ഒരു ന്യൂനത വരരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് നിസ്കാരം തുടങ്ങി അവസാനിപ്പിക്കുന്നത്. പക്ഷേ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഇടയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ പല പ്രവർത്തനങ്ങളുടെയും പൂർണ്ണത ലഭിക്കുന്നില്ല എന്നത് മനസ്സിലാക്കാൻ കഴിയും. അത് ഫർളായ കാര്യമാണെങ്കിലും സുന്നത്തായ കാര്യമാണെങ്കിലും അബാദ സുന്നത്തിലാണെങ്കിലും ഹൈആത്ത് സുന്നത്തുകളിലാണെങ്കിലൊക്കെ പല സ്ഥലങ്ങളിലും പൂർണ്ണതയിൽ ഒരു പ്രവർത്തനവും എത്തുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് നിസ്കാരത്തിൻ്റെ തുടക്കം തന്നെ. നിസ്കാരത്തിൻ്റെ തുടക്കം നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ്, അല്ലാഹു അക്ബർ പറയലാണ്. ഇത് മൂന്നും നിയ്യത്ത്, ഇത് മൂന്നും ഏകദേശം ഒരുമിച്ചാണല്ലോ വരുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്, ഹൈആത്ത് സുന്നത്താണ് തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ കൈകൾ ഉയർത്തുക എന്നത്. നാം ഒരു എണ്ണമെടുത്താൽ 100-ൽ 85-90% പേരുടെയും കൈ ഉയർത്തൽ പൂർണ്ണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നാം എല്ലാവരും കൈ ഉയർത്തുന്നു. എന്നാൽ ആ കൈ ഉയർത്തൽ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിച്ച് എത്ര ഉയർത്തണം? ഇത് അറിഞ്ഞവരും അറിയാത്തവരും കയ്യിനെ പൂർണ്ണമായി ഉയർത്താതെ പകുതിക്ക് വരെ വെച്ച് കൈകെട്ടുന്നത് കാണാം. എന്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ? എന്തായാലും നമ്മൾ കൈ ഉയർത്തുന്നു, അത് കുറച്ചുകൂടി മുകളിലോട്ട് ഉയർത്തിയാൽ എന്താണ് നമുക്ക് നഷ്ടം വരാനുള്ളത്? പക്ഷെ അങ്ങനെ ഉയർത്തിയില്ലെങ്കിൽ നമുക്ക് വരുന്നത് ന്യൂനത. ഹൈആത്ത് സുന്നത്ത്, ഈ പറയപ്പെട്ട സുന്നത്ത് പൂർണ്ണമായില്ല എന്നുള്ളതാണ്. എല്ലാ കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയും, വറഫ്ഉ കഫൈഹി, 2 കൈകളെ ഉയർത്തണം, 2 കഫിനെ ഉയർത്തണം. കഫെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകൈ. നമ്മുടെ മുൻകൈ ഉയർക്കുമ്പോൾ നമ്മുടെ കൈ ഉയരുമല്ലോ. ബി കശ്ഫിൻ, കശ്ഫോടുകൂടി അഥവാ മറ്റൊരു മറയില്ലാതെ വെളിവായി ഉയർത്തണം. ഹദിബ മങ്കിബൈഹി, അവൻ്റെ 2 ചുമലിൻ്റെ നേരെ. ചുമല് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കഴുത്തിൻ്റെ വലത്തും ഇടത്തു ഭാഗത്തുമുള്ള 2 സ്ഥലമാണ് ചുമൽ. ആ ചുമലിൻ്റെ നേരെ ഉയർത്തണം. ബിഹൈസു യുഹാസി അത്റാഫ അസാബിഇഹി അഅലാ ഉദ്നൈഹി വഇബ്ഹാമാഹു ശഹ്മതൈ ഉദ്നൈഹി വറാഹതാഹു മങ്കിബൈഹി ലിൽ ഇത്തിബാഇ എന്നാണ്. അഥവാ 2 കൈയും നല്ലതുപോലെ ഉയരണം, ചുമലിൻ്റെ നേരെ ഉയരണം. നമ്മുടെ 2 കൈയിൻ്റെയും തള്ളവിരൽ ചെവിയുടെ ആ തട്ടിൻ്റെ ഭാഗത്തേക്ക്, ചെവിയുടെ ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിൽ ഉയർത്തണം. അഥവാ 2 കൈയും നല്ലതുപോലെ ചുമലിൻ്റെ മേലെ എത്തുമ്പോൾ മാത്രമേ നമ്മുടെ തള്ളവിരൽ ചെവിയുടെ ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. വറാഹത്താഹു മങ്കിബൈഹി, ആ സമയത്ത് നമ്മുടെ 2 ഉള്ളം കൈ ചുമലിൻ്റെ നേരെ ആവുകയും ചെയ്യും. ഈ രൂപത്തിലാണ് ഉയർത്തേണ്ടത്. എന്താ കാരണം? ലിൽ ഇത്തിബായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും പിൻപറ്റിയതിന് വേണ്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും പിൻപറ്റണമെങ്കിൽ, പിൻപറ്റിയിട്ടാണോ നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ കൈ ഇവിടം വരെ ഉയരണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യർഫഉ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കൈയിനെയും ഉയർത്തുമായിരുന്നു. ഹദിബ മങ്കിബൈഹി ഇദഫ്തതഹ സ്വലാഹ്, നിസ്കാരം ആരംഭിച്ചാൽ 2 കൈയും ചുമലിൻ്റെ നേരെ ഉയർത്തിയിരുന്നു എന്ന് മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ അതാണ് സുന്നത്ത്. നമ്മുടെ കൈ അങ്ങോട്ട് പോകുന്നില്ല, ഉയർത്താൻ കഴിയുന്നില്ല. കാൽഭാഗം വരെ, അരഭാഗം വരെ, നെഞ്ചുഭാഗം വരെ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് പൊക്കി കൈ കെട്ടുന്നവരാണ് അധിക പേരും.
പക്ഷെ അത് പാടില്ല, അത് സുന്നത്തല്ല. ചുമലിൻ്റെ നേരെ വരെ ഉയർത്തി കൈകെട്ടലാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അഭികാമ്യം, നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് കൈ നല്ലതുപോലെ ഉയർത്തണം. അത് അവിടം വരെ ഉയർത്താതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല, നമ്മുടെ കൂലി കുറയുകയേ ഉള്ളൂ. ഉയർത്തുമ്പോൾ അവിടം വരെ കൈ ഉയർത്തിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റി എന്നുള്ള ഏറ്റവും ആ ചര്യ പിൻപറ്റിയവനായി എന്നുള്ള വലിയ ഒരു ബാധ്യത നിറവേറിയവനായി മാറും. ഈ ഒരു ശൈലി ഫർള് നിസ്കാരത്തിനും അങ്ങനെ തന്നെ, സുന്നത്ത് നിസ്കാരത്തിനും അങ്ങനെ തന്നെ, മയ്യിത്ത് നിസ്കാരത്തിനും അങ്ങനെ തന്നെ, എല്ലാ നിസ്കാരത്തിലും കൈ ഉയർത്തേണ്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെ ഉയർത്തണം. നിസ്കാരത്തിൽ 4 സ്ഥലത്ത് കൈ ഉയർത്തേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ കൈ ഉയർത്തുന്നതിൽ ഒരു അമാന്തം കാണിക്കരുത്. കയ്യിന് വെയിറ്റ് കൊടുക്കേണ്ടതില്ലല്ലോ, ഭാരം കൊടുക്കേണ്ടതില്ലല്ലോ, ഫ്രീ ആയിട്ട് ഉയർത്താൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയം ഓരോരുത്തരും അവിടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് കൃത്യമായി നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഒരു വിടവും എവിടെയും വരാതെ സൂക്ഷിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.